നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ നിലനിർത്തുള്ള പറമ്പിലാണ്. ഒരു പെട്രോൾ പമ്പിൻ്റെ പാർക്കിംഗ് ആണെന്നല്ല പറഞ്ഞത്. ഇന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് കഴിച്ച നമുക്ക് ഒരുപാട് വെള്ളം കിട്ടണം. ഒരുപാടല്ല, വെള്ളം കിട്ടണം. നമ്മളുടെ ഈ ഒരു ക്യാനിലേക്ക് വെള്ളം കിട്ടണം. കാരണം നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കി കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കഴിക്കണമെങ്കിൽ ഇവിടെ ഒരു തണൽ പോലും ഇല്ല, ഒരു ഇലമറവ് പോലും ഇല്ല. ഇവിടെ ഫുള്ള് വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് പോകാമെന്ന് കരുതി. ഇവിടെ പോയിട്ട് അല്ല ഇലമറവിൽ എവിടെ ഇരുന്നാൽ പോരടാ മതി, അതാവും നന്നാവുക. എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് നല്ല നൈസായിട്ട് ചലിക്കുക എന്ന് പറഞ്ഞാൽ റോട്ടിൽ കയറി കഴിഞ്ഞാൽ നല്ല തണൽ കിട്ടും. ആ തണലിൽ എവിടെയെങ്കിലും ഇരുന്നാണ്ട് ഈ ചായയും കുടിച്ചിട്ട് നമുക്ക് വെള്ളം തപ്പണം. അങ്ങനെ വെള്ളം തപ്പിയിട്ട് പിന്നെ നമ്മളുടെ ഇതിൻ്റെ മോട്ടറിന് സ്റ്റാർട്ടിങ് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് കയറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കാണിക്കാൻ പറ്റുമോ നോക്കണം. വരുന്ന ടൗണിൽ അതുണ്ടോ അന്വേഷിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മളുടെ എന്താ പറയുക കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്. ആദ്യം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കുക്ക് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പലപ്പോഴായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ചില ആളുകൾക്ക് നമ്മളുടെ പഴയ വീഡിയോ ഒക്കെ കണ്ടിരുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും, പുതിയ പുതിയ ആളുകൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞങ്ങളെ രണ്ടാളെയും, അതായത് ഞങ്ങൾ രണ്ടാളും തമ്മിലുള്ള ബന്ധം എന്താ അറിയില്ല. എന്നിട്ട് കമൻറ്റിൽ തന്നെ ഞങ്ങളിൽ ഒരു എന്താ പറയുക ഒരു വേർതിരിവ് കാണുമല്ലോ നിങ്ങൾ. ഇത്തരം കേസിൽ ആദ്യം ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ തരണം. അതില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഞാനും കുക്കു എന്ന് പറയുന്നത് ഏട്ടനനിയന്മാരനെയാണ്. അതായത് എൻ്റെ അമ്മൻ്റെ ഏട്ടത്തിൻ്റെ മകനാണ് കുക്കു. അതായത് കുക്കുവിൻ്റെ അമ്മൻ്റെ അനിയത്തിയുടെ മകനാണ് ഞാൻ. അങ്ങനെ ഏട്ടത്തിൻ്റെ അനിയത്തിൻ്റെ മക്കളാണ് ഞങ്ങൾ രണ്ടുപേരും. ഞാൻ ഒറ്റ മകനാണ്. എനിക്ക് ഏട്ടന്മാരുമില്ല, പെങ്ങന്മാരുമില്ല, അനിയന്മാരൊന്നുമില്ല. ഞാൻ ഒറ്റ മകനാണ്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയായിരുന്നു. ഇപ്പോൾ ഞാൻ മാരേജൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുൾ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ പിന്നെ വരാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് ഞങ്ങളുടെ ഒരു ബന്ധം ആണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എങ്കിൽ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് 2 ഏട്ടത്തിമാരും ഒരു ആങ്ങളെയാണുള്ളത്. അപ്പോൾ ഇതിലുള്ള ഒരു മൊത്തം 4 മക്കൾ. അതിൽ ബാക്കി വരുന്ന 3 മക്കളിലുള്ള കുട്ടികൾ തന്നെയാണ് എനിക്ക് ഏട്ടന്മാരായിട്ട് ഉള്ളത്, ഏട്ടന്മാർ പെങ്ങന്മാരായിട്ടുള്ളത്. അതിൽ തന്നെ എൻ്റെ താഴെ ആരുമില്ലല്ലേ, എല്ലാവരും എൻ്റെ മേലെയാണ് അല്ലേ. കുക്കുവിൻ്റെ നേരെ മേലായിട്ട് 3 ഏട്ടന്മാരുണ്ട്. ഇത്തരത്തിൽ അവരാണ് എനിക്ക് ഏട്ടന്മാർ പെങ്ങന്മാരെന്ന് പറയുന്നത്. അപ്പോൾ കുക്കു എന്ന് പറയുന്നത് എൻ്റെ ഏട്ടനാണ്. അത് അല്ലാതെ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമല്ല, വെറും ഫ്രണ്ട്സ് ആണെന്നുള്ള തരത്തിലാവും ചിലപ്പോൾ നിങ്ങൾ അത്തരത്തിലേക്ക് കമൻറ്റ് ചെയ്യാറ്. പക്ഷേ അങ്ങനെയല്ല. ഞങ്ങളുടെ സത്യത്തിൽ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ബന്ധം എന്ന് പറയുന്നത്. ഈ ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏട്ടന്മാർ പെങ്ങന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരെന്നെ ഉള്ളൂ. ഞാൻ സ്വന്തമായിട്ടിൻ്റെ ഏട്ടന്മാരാണ്, എനിക്ക് എൻ്റെ സ്വന്തം ഏട്ടന്മാരനെയാണ് ഇവരെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിലുള്ള വേർതിരിവ് ദയവേദ്യങ്ങൾ വല്ലാണ്ട് എടുത്ത് പറയരുത്. കാരണം അത്തരത്തിൽ ഞങ്ങൾക്ക് തോന്നുന്നില്ല, ഞങ്ങൾക്കൊരു വേർതിരിവായിട്ട് നമ്മൾക്ക് ഇതൊന്നും തോന്നുന്നില്ല. പക്ഷേ വീഡിയോ കാണുന്ന ആളുകൾക്ക് നമ്മുടെ അടുത്ത് ഭയങ്കരമായിട്ട് വേർതിരിവ് കാണുവാണ്. ഏതായാലും അങ്ങനെ എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങി നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ കയ്യിൽ ഫുള്ളായിട്ട് വെള്ളം തീർന്നു പോയി. അതുകൊണ്ട് എത്ര ഉണ്ട് വെള്ളം? ആകെ ഒരു പാട്ട വെള്ളമുള്ളൂ അല്ലേ. ഇന്നലെ നമുക്ക് ഈവനിങ് சொல்லுங்க பவுடர் போட்டாலாம் வாட வருது. அப்படியா? குடிக்க முடியாதா? இந்த ஊருக்கு பேர் என்ன? இது பேர் ரஞ்சன்குடி. ரஞ்சன்குடி. இங்கே ஒரு ஃபோர்ட் இருக்குல்ல, கோட்டா கோட்டை. ഇങ്ങനെയാ இந்த റോഡാ അത്? ശരി. അതെ, അവിടെ ആ ടേസ്റ്റ് ചെയ്ത് നോക്കണം വെള്ളം. എൻ്റെ മൂപ്പര് എന്തോ ഒരു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇല്ലല്ലേ ഇതെത്തില്ല ചോളി എങ്കയാ ഇങ്ങയാ പുറത്തുനിന്ന് ഒഴിക്കണതല്ല, ഈ വെള്ളത്തിന് പൗഡർ ഇട്ടിക്കണം, അതിന് ചോയ ഉണ്ടത്. നല്ല ഇരിക്കുമോ? ശരി. അതായത് ഇതിൽ പൗഡറിൻ്റെ നല്ല ചോയുണ്ട്, ബ്ലീച്ചിങ് പൗഡറാവും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾക്കത് വേണ്ട. അതുകൊണ്ട് കുക്ക് ചെയ്താൽ ആ ഒരു ചോയായിരിക്കും നമ്മുടെ ഫുഡിനും. അതുപോലെ തന്നെ നമുക്ക് കുടിക്കുമ്പോൾ ചായ ഉണ്ടാക്കുമ്പോഴൊക്കെ ആ ഒരു ചോയ ഉണ്ടാവും. ഇപ്പോൾ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എപ്പോഴും വെള്ളം എടുക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ട് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വേണ്ടാക്കേണ്ടത്. പക്ഷേ ഇവിടെയുള്ള ആളുകളൊക്കെ ഇതൊക്കെ തന്നെയാണ് ടേസ്റ്റ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട് വെറുതെ അല്ല, സ്വർഗ്ഗമാണ്, ദൈവത്തിന് നമ്മുടെ നാടാന്നൊക്കെ പറയുന്നത്. അത് സത്യമാണ്, സത്യം തന്നെയാണ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു കിണർ കുത്തുന്നു, നമ്മളൊരു സ്ഥലം എടുത്ത് അവിടെ വീട് വെക്കുന്നു, വീട് വെക്കാൻ വേണ്ടിയിട്ട് കിണർ കുത്തുന്നു, കിണറ്റിൽ വെള്ളം കാണുന്നു.
ആ വെള്ളം തന്നെ നമ്മൾ കോരി കുടിക്കുവാണ്. അത് മറ്റൊന്നും നമ്മൾ ചെയ്യുന്നില്ല അതിൽ. അപ്പോൾ നമ്മളുടെ നാട്, നമ്മളുടെ മണ്ണ്, അത് ദൈവം അനുഗ്രഹിച്ച് തന്നതാണ് നമുക്ക്. അതിൽ നമ്മൾ എന്താ പറയുക, ആ മണ്ണൊരിക്കലും നമ്മൾ നശിപ്പിക്കരുത് ഗൈസ്, അല്ലേ? ഞങ്ങൾ ആ വെള്ളം കിട്ടുമോ നോക്കട്ടെ. അവിടെ കാണുന്നതാണ് മെയിൻ റോഡ്. നമ്മൾ ഇതുവഴിയാണ് അങ്ങോട്ട് പോയത്. ഇവിടെ നല്ല പുളിമരം തണലൊക്കെ ആയിട്ടില്ലേ. ഇവിടെ സത്യം പറഞ്ഞാൽ എന്താ ഇപ്പം കാട്ടണേ, ഇങ്ങനെ നടക്കുന്ന ഇവിടുത്തെ നായക്കൊക്കെ ചൂട് കൊണ്ടറിയില്ല, ഇവർ വെള്ളം കണ്ട അപ്പം കിടക്കും അല്ലേ. ഇത് ഈ പൈപ്പിലെ വെള്ളമാണ് നമ്മൾ എടുക്കാൻ പറഞ്ഞത്, ടാങ്കിലെ വെള്ളം. ഇത് കുടിക്കാൻ സൂപ്പറാണെന്നാണ് അവിടെ ഇരിക്കുന്ന ഏട്ടന്മാരൊക്കെ നമ്മൾ പറഞ്ഞത്. അവിടെ ഇത് കുഴപ്പമില്ല, ഇതെടുക്കാം. ഇത് ടേസ്റ്റ് ഏറെക്കുറെ ഓക്കെയാണ്, എന്നാലും ഫുൾ ഓപ്ഷൻ ആയില്ല. അവിടേക്ക് വെച്ചോട്ടോ, അവിടേക്ക് എന്നിട്ട് ഇത് നമ്മൾ കറക്റ്റാക്കി പിടിക്കണ്ടോ. നമ്മൾ കുറേ ആയില്ല ഈ എന്താ ക്യാനിൽ തന്നെ അതിൻ്റെ താഴെ ഭാഗമൊക്കെ പറ്റ പൂപ്പലൊക്കെ ആയിരുന്നില്ലേ. നമുക്ക് ഉള്ളിൽ കൈയിട്ട് കഴുകാൻ വേണ്ടി പറ്റുന്ന ഒരു ക്യാനല്ലല്ലോ, വലുതല്ലേ. കുറച്ച് ഉപ്പിട്ടാണ്ടൊന്ന് ഇളക്കി മറിക്കായിരുന്നു. എന്തോ കേരള പാലക്കാട് ആലുവ തട്ടുവണ്ടില്ലേ, நாங்க நிலம்பூர் தான். செப்டி டேங்க் இல்லை, செப்டி டேங்கா, அது கிலோமீட்டர். 3 வண்டி அங்கே இருக்குது கேரளாவில். கேரளாலையா? உங்கள் பேர் என்ன? பேர் தங்கராஜ். இங்கேயா வீடு? வீடு வந்து வாலிண்டாபுரம். வீடு பனி. இங்கே பனியா? என்ன பண்ணி? படல் மூஞ்சி படல் இது இருக்குல்ல. இதுவா திருச்சி படல். പടൽ കെട്ടത്. ഉപ്പിട്ടില്ലേ? ഉപ്പിട്ട് സാറായി ഉള്ള അങ്ങനെ തന്നെ, കളറിനൊന്നും മാറ്റമില്ല. പല സ്മെല്ല്. ആര് പച്ചച്ചോര് പോയി, പച്ചച്ചോരുണ്ട്. കുറച്ച് പകുതി ആഗോളം അങ്ങനെ പിടിച്ചാ, എന്നിട്ട് പിന്നെ ബക്കറ്റ് എടുത്തിട്ട് അങ്ങനെ പിടിച്ചാ. രാജഗുരു ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ തങ്കരാജ് ഏട്ടന് ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ വന്ന് സംസാരിച്ച ഏട്ടന്. ഇപ്പോൾ ഈ മുളമ്മലാണ് മൂപ്പരുടെ പരിപാടി നടക്കുന്നത്. മുളമ്മൽ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ, ഇത് എന്താണ് ഇതുകൊണ്ട് ഉണ്ടാക്കുന്നതൊക്കെ മനസ്സിലായില്ല. ഇത് വേലി കെട്ടാനുള്ളതാണോ? വേലി കെട്ടത്. എങ്കിൽ വേലി കെട്ടരുത്. ഒരു പടൽ 450 രൂപ. கீழே 3 பிளாச்சி, மேலே 3 பிளாச்சி. முள்ளு வச்சு இது வச்சு கட்டி கொடுக்கும். அப்படியா? ஓ, இது நீங்கள் செஞ்சு கொடுக்குறதா அதை உங்களுக்காக செய்யறதா? நாங்கள் செஞ்சு விற்றுருவோம். பைசாவுக்கு. அது அது வந்து 20 அடி. அந்த ஒத்தொன்னா 20 அடி. 400 ரூபா. ஒரு முளாக்கு 400 ரூபா. ஆமாம். அந்த கட்டு இருக்குல்ல, அந்த ஒரு கட்டு 450. അവിടെ താഴത്തുള്ള കെട്ടുണ്ട് 450. ഇത് வந்து ജോഡി 150. അത് രണ്ടെണ്ണോ? 2. ഇത് അത് ഈ മുള എന്ന് പറയുന്നത് ഇദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേലി ഉണ്ടാക്കുകയാണ്. വേലി ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് മുള എല്ലാം വെട്ടിക്കൊണ്ട് இதா சரிதா அப்படி இப்படியே பெருசா ஒரு பந்தல் போடும். அதுக்காக ഇത് ഇത് 2 150 റുപ്യ. അത് ഒരു കെട്ട് 450 റുപ്യ. അതൊരു മുളക്ക് 400 റുപ്യ. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവർ വേലിയായിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കും. നമ്മൾ നാട്ടിൽ പറയുന്നുണ്ടല്ലോ, ഇവർ തമിഴ്നാട്ടുകാർ അതുപോലത്തെ മറ്റ് സംസ്ഥാനക്കാരൊക്കെ നമ്മളവിടെ ജോലിക്ക് വരും. അവർ കർഷകരാവാം, നാട്ടിൽ അവർക്ക് കൃഷിയിടങ്ങളുണ്ട്, അവർ കൃഷി ചെയ്ത് വരുവാണെന്നൊക്കെ. ശരിയാണ്, ഇദ്ദേഹം ഒരു കർഷകനാണ്. എന്നാൽ പിന്നെ ഞങ്ങളങ്ങനെ പോയി നോക്കട്ടെ. ഞങ്ങളിത് കണ്ടപ്പോഴേ മൂപ്പരെ കണ്ടപ്പോൾ ഇനി മൈൻഡാക്കാതെ പോകണ്ടെന്ന് കരുതിയിട്ട് നിർത്തിയതാണ്. മോശമല്ലേ? ഇഷ്ടംപോലെ മുളയുണ്ട്, നീ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എപ്പോഴാണ് പോകുക? ഇതൊക്കെ കെട്ടാക്കി വെച്ചാൽ അതൊക്കെ മുള ഇങ്ങനെ മുറിച്ച് കൊണ്ടുവരുന്ന ഈ മുളമ്മ തന്നെ കിട്ടുമല്ലോ. ഇതൊക്കെ സൈസ് നോക്കിയിട്ട് നല്ല ഒരു പാകത്തിലുള്ള നീളം നോക്കിയിട്ട് എടുക്കുന്നതാണ്. ഇതൊക്കെ മുടഞ്ഞുണ്ടാക്കി ആദ്യം ഇങ്ങനെ വെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് പിന്നെ ആദ്യം ഷേപ്പിൽ കട്ട് ചെയ്ത്, അതായത് ആദ്യം ഇത് വെട്ടിക്കൂട്ടി എത്ര അടിക്കാൻ വേണ്ടച്ചാൽ ആ ലെവലെടുത്തിട്ട് പിന്നെ ഇത് ഒന്ന് ഷേപ്പ് റെഡിയാക്കിയിട്ട് പിന്നെ കെട്ടിക്കൂട്ടി വേലിയാക്കി മാറ്റും. ഞങ്ങൾ ചൂണ്ടയിടാനൊക്കെ വേണ്ടി നോക്കി ഈ സാധനം. ഇതൊക്കെ അതിനെ പറ്റി നല്ല പറയാണ്. ഞങ്ങൾ പറയാന്നാ പറയാ ഇതിനെ, അല്ലേ? തിരഞ്ഞെടുക്കും. ഈ ഗ്രാമത്തിൽ എല്ലാ വീടിനും പൈപ്പ് കണക്ഷൻ ഉണ്ട് കേട്ടോ, എല്ലാ വീട്ടുകാർക്കും ഉണ്ട്. പക്ഷേ എങ്കിൽ ഇതിൽ ഈ പറഞ്ഞതുപോലെ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് അത് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ എന്നാലും ഇവർ കുടിക്കുന്നുണ്ടാവാം. എന്തായാലും എല്ലാ വീട്ടിലും പൈപ്പ് കണക്ഷൻ ഉണ്ട്.
എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ തലയ്ക്ക് ടാപ്പില്ലാന്ന് തന്നെ ഉള്ളൂ. അത് അങ്ങനെ ഒരു വെള്ളം വന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്നുകൊണ്ട് ആ ടൈപ്പായിരിക്കും. പിന്നെ ഇതിനെങ്ങനെ മണ്ണിട്ട് റോഡ് ഇതിലാണ് പോകേണ്ടത്. അതായത് ഞങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടോ. ഇവിടെ ഉണ്ടോ ഈ ഗേറ്റ് മാത്രമേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. ഇത് നടന്ന് പോവാം, വണ്ടി കയറ്റാൻ പറ്റില്ല. നമ്മുടെ വണ്ടി തൽക്കാലം ഒന്നും ഇതേപോലെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ കർട്ടൻ ഇട്ട് വെക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇത് ഏകദേശം 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ളൊരു കോട്ടയാണ് കേട്ടോ. ഈ കോട്ടയ്ക്ക് ഒരുപാട് ചരിത്രമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോട്ട എന്ന് പറയുമ്പോൾ അധികം ആളുകളൊന്നും വിസിറ്റ് ചെയ്യാത്തൊരു കോട്ടയാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങളതിനേ ഉള്ളല്ലോ, വേറെ ആരുമില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് വല്ല ടിക്കറ്റ് കാര്യം എന്തോ ആരിലൊക്കെ ഉണ്ടോ എന്നുള്ളത് പോലും എനിക്കറിയില്ല. ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിൽ നമ്മൾ മേലേക്ക് ഫുള്ളായിട്ട് പോയി കണ്ടിട്ട് പോരാം. തമിഴ്നാട്ടിലെ പേരമ്പല്ലൂർ പട്ടണത്തിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. വിജയനഗര നായക്ക രാജാക്കന്മാരാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചത്. ഈ ഒരു കോട്ട അവർ നിർമ്മിച്ചു എന്ന് തന്നെ ഉള്ളൂ. കോട്ട ഭരിച്ചിരുന്നതും അതുപോലെ തന്നെ കോട്ടയിൽ മറ്റു പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. തികച്ചും ശ്രദ്ധയില്ലാതെ കിടക്കുന്ന ഒരു ഫോർട്ടാണ്. അധികം ആരും വിസിറ്റ് ചെയ്യാത്ത ഒരു ഫോർട്ടാണ്. ഇവിടെയൊക്കെ മാലിന്യങ്ങൾ നിറഞ്ഞും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ ഒരു ഫോർട്ടിന് ചുറ്റും നിറഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ ഫോർട്ടിൻ്റെ ഈ ഒരു ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു മതിൽക്കെട്ടാണ്. ഇതിനകത്തേക്ക് നമ്മൾ കയറിപ്പോണ്ട്. അതുപോലെ തന്നെ ആ ഒരു ചുവരെന്ന് പറയുന്നത് ഇത് ഇഷ്ടിക കൊണ്ടാണ് അല്ലേ. ഇത് ഒരു കനലില്ലാത്ത ഇഷ്ടികയാണ്. അതായത് നമ്മുടെ വലിയ ഇഷ്ടികൻ്റെ അത് പൊളിച്ചാലുള്ള അല്ലേ, അത് പൊളിച്ചാലുള്ളൊരു വലുപ്പം, ആ ഒരു വീതി അതിനുള്ളൂ. അപ്പം അങ്ങനെയാണിത്. ആ കനുള്ളത് ആ കനുള്ളൂ അല്ലേ. ആടാ നീളം ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്ന കവാടം എന്ന് പറയുന്നത്. ഒരു നിസ്സാരമായിട്ടൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആർച്ച് രൂപത്തിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഹോളാണ്, വലിയൊരു ഹോള്. ഒരു ഹോളിലും ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ കരിങ്കല്ലാണ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്ന് 2 വഴികളുണ്ട്. ഒന്ന് ഇതും ഒന്ന് ഇതുമുണ്ട്. ഇതുവഴി എന്താണ്, ഇത് ചെറിയൊരു വഴിയിലൂടെ ആദ്യം പോയി നോക്കാം. ഇതൊക്കെ ഒറ്റ കല്ലാണ്, ഈ നീട്ടിങ്ങനെ വെച്ചിട്ടുള്ള ഒറ്റ കല്ല കണ്ട. പിന്നെ ഇതൊക്കെ കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് വലിയ ഹൈറ്റ് ഇല്ലാത്തൊരു വഴിയാണ്. പിന്നെ ഇതിന്മേൽ എന്തോ കാര്യമായിട്ട് എന്തോ ഒരു സംഭവം കൊത്തി എടുത്തിട്ടുണ്ട്. ഇതെന്താണെന്നുള്ളത് വ്യക്തത വരുന്നില്ല. പിന്നെ അന്നത്തെ കാലത്ത് വിളക്കൊക്കെ വെച്ച് കത്തിക്കാനാണ് അത്. അവിടെയൊക്കെ ഇതിനകത്ത് കൂടെ വഴിയല്ലേ, വഴിയാകുമ്പോൾ ഇവിടെ വിളക്കൊക്കെ വെച്ച് കത്തിക്കാൻ. ഇവിടുത്തെ ഒരു കല്ല് പോയതാണ്, ഇവിടുത്തെ ഒരു കല്ല് പോയതാ. പിന്നെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 16 അടി ഹൈറ്റ്. ഇവിടേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ 20 അടി ഹൈറ്റൊക്കെ വരുന്നുണ്ട്. കാരണം നമ്മളിവിടെ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ഹോളിൽ നിന്നും ഒരു അടുത്തായിട്ട് വരുന്നത് ഒരു വലിയൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു ഏരിയയിലേക്കാണ്. കുറേ മുമ്പൊക്കെ ഇവിടെ ഇരിക്കാനൊക്കെ, അതായത് ആളുകൾ ഒരുപാട് വന്ന് സന്ദർശിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കാണാം, കണ്ട. അപ്പോൾ അവിടേക്ക് നമുക്ക് നടന്നെത്തണം. അവിടേക്ക് എത്തണം നമ്മൾ. ഇവിടെ ഒരുപാട് പുളിമരങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് രസമാണ്. പിന്നെ അവിടെ ചെറിയൊരു പള്ളിയുണ്ട്, മോസ്ക് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് റിട്ടേൺ തിരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. 1751 ഇവിടെ ഞങ്ങൾ ഇരിപ്പിടമുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, നല്ല പുളിയാണ്. ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പോവാം ലോക്കോ. കാരണം ഒരു തിരക്കുമില്ല, ആരുമില്ല, നമുക്ക് സുഖസുന്ദരമായിട്ട് പോകാൻ വേണ്ടി പറ്റും. ഈ കോട്ടയെ രാജൻകുടി കോട്ടയെന്നും നഞ്ചൻകുടി കോട്ടയെന്നും വിളിക്കുന്നുണ്ട് ഇവിടുത്തെ ആളുകൾ. ഈ കോട്ട നിസ്സാരമല്ല വയസ്സ്, കാരണം നല്ല ഹൈറ്റ് ഉണ്ടല്ലോ, അല്ലേ. ഒരു പാറക്കെട്ടുകളൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ കാണാം. അതെ, അവിടെ നിന്ന് ഇരുന്ന് നോക്കുമ്പോൾ ഇത് വലിയ ഹൈറ്റ് ഇല്ല. പക്ഷേ ഇവിടെ എടുത്ത് വന്നപ്പോൾ ഇത് നല്ല ഹൈറ്റാണ്. ഇത് ഉണ്ടാക്കിയ രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും 17-ാം നൂറ്റാണ്ടിൽ ഈ ഒരു കോട്ട കർണാടകയിലെ നവാബ് ഇത് കൈവശപ്പെടുത്തുകട്ടോ ചെയ്തത്. അതായത് അവരിത് യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം 1751 വലിക്കോട്ട യുദ്ധത്തിൻ്റെ ഒരു വേദിയായിട്ട് ഈ ഒരു ഫോർട്ട് മാറുകയായിരുന്നു. ഒരുപാട് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് യുദ്ധങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ഫോർട്ട് കിട്ടിയുള്ള ഗുണങ്ങളൊക്കെ ആലോചിച്ചിട്ടാവാം അത്തരത്തിൽ അവർ ഇതിന് വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ ചെറിയൊരു വ്യൂ ഒക്കെ കയറി വരുന്നുണ്ടല്ലോ. ഇപ്പം എല്ലാം ഹൈറ്റാണ്. നിരക്കൊന്നും കയറിപ്പോയേക്കാം നമുക്ക്. അത് നമ്മൾ അവിടെ നിന്ന് വന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ കയറി പോന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതേ തരത്തിൽ തന്നെയാണ് കോട്ട പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അന്നത്തെ കാലത്തറ ഇതിലെ നോക്കിയിട്ട് ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണത്. ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഇനി അമ്പും ബില്ലുവാണെങ്കിൽ അതുകൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യാം. ഏത് തരത്തിലും ഷൂട്ട് ചെയ്യാം. ആ ഒരു ചുവരിൽ കാണുന്നത്
ഒരു ഗണപതിയുടെ പ്രതിഷ്ഠയാണ്. അതെന്താണ് പോയൊക്കെ. പിന്നെ ഇവിടേക്ക് പോന്നാലോ? ഇവിടേക്ക് പോന്നാലോ ഒന്നുമില്ല. ഇതൊരു അത് അവിടേക്കുള്ളൊരു വഴി. 2 വഴിയാണുള്ളത്. അത് നമ്മൾ തുടക്കത്തിൽ അങ്ങനത്തെ 2 വഴിയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ വലുതെന്ന് ഏനെ ഹനുമാന. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും യുദ്ധം നടക്കുവാണ്. കാരണം അവർ ഈ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് വട്ടം ഒന്നും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഇങ്ങനെ കയറുവാണ്. മെയിൻ ഗേറ്റാണ്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പല ആളുകൾ പല സായിപ്പന്മാരൊക്കെ പിന്തുണച്ചിട്ടുണ്ട് അവരെ. നല്ല രസമുള്ള ഇവിടെ ഇരിക്കാനൊക്കെ നല്ല ഈ ഫില്ലറൊക്കെ തികച്ചും കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ചെറിയ രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഇരിക്കാം. ഇവിടുത്തെ ആളുകളൊക്കെ വന്ന് ഇരിക്കാറും കിടക്കാറൊക്കെ ഉണ്ട് തോന്നുന്നു. അതിമനോഹരമാണ്. മയിലിനേതാ ഇതുമ്പോൾ മയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ത്രീ രൂപമാണത്. ഇവിടെ പിന്നെ ഒരു ശിവലിംഗമുണ്ട്. ഇതെന്താ നന്ദിദേവനാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ മയിലാണിത്. അങ്ങനെയൊക്കെ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞു നിർത്തിയത് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധം ശരിക്ക് ഈ റൈക്കോട്ട എന്ന് പറയുന്നത് ഈ നമ്മൾ പോകുന്നുള്ള ഗ്രാമം ഉണ്ടല്ലോ അതാണ്. അപ്പോൾ ആ ഒരു ഗ്രാമത്തിനാണ് ആ ഒരു പേര് കിട്ടിയിരുന്നത്. ആ ഒരു ഗ്രാമമാണ് ആ ഒരു യുദ്ധത്തിൽ റൈക്കോട്ടെ യുദ്ധം എന്നായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. ശരിക്കും ആ യുദ്ധം നടന്നിരുന്നത് ഈ ഒരു ഫോർട്ടിലാണ്. ഏതായാലും ഇവിടെ ഇങ്ങനെ ഒരു വാതിലുണ്ട് അടച്ചിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ കോട്ടയ്ക്ക് മേൽഭാഗത്തു കൂടെ ഒരുപാട് അറകളുണ്ട്, താഴെ ഭാഗത്തു കൂടെ ടണലായിട്ട് ഇഷ്ടം പോലെ അറകളുണ്ട്. അതായത് ടണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഏരിയ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തുള്ളത് അത്ര ഏരിയകൾ വരുന്ന ഭാഗങ്ങളിലൂടെയൊക്കെ ഇതിന് ടണലുകളുണ്ടെന്നാണ്. നമുക്കതിലൊക്കെ നടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ടണലുകളാണ്. അത് നമ്മളിങ്ങനെ നിവർന്ന് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഒന്ന് കൂന്നിട്ടൊക്കെ നടക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു പള്ളി പോലെ ഒരു പള്ളി ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് കയറുന്നത് ഒരു പ്രത്യേക ഒരു മണ്ഡപം സ്റ്റൈലിലാണ്. അത് പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉയർത്തി കെട്ടിയിട്ടുള്ള സംഭവമാണ്. ഇവിടെ ഒരുപാട് പേരുകളൊക്കെ റാം ആണ്. ഇവിടെ അമ്പും ബില്ലുമാണല്ലേ. അപ്പോൾ അതൊരു പള്ളിയുടെ മാതൃകയാണ് എനിക്കിത് കണ്ടിട്ട് തോന്നണേ, അല്ലടാ? അന്നത്തെ കാലത്ത് ഇപ്പോൾ ഉണ്ടോ ഒരു ഡിസൈനെ കണ്ടിട്ട് പള്ളിയുടെ മാതൃകയിലാണ് ചെയ്തിട്ടുള്ളത്. കോട്ടയുടെ മൊത്തമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് അർത്ഥവൃത്താകൃതിയാണ്. ഒരു വൃത്തമല്ലല്ലോ അത്. ഒരു എന്നാ വൃത്തമാണ്. കാരണം അങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് തന്നെയാണ്. പക്ഷേങ്കിൽ വൃത്തം മുഴുവനായിട്ടുള്ള വൃത്തമല്ല. അത്തരത്തിലാണ് കോട്ടയുടെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഈ കോട്ട മൊത്തത്തിൽ ഇതിൻ്റെ സ്ഥലം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ദീർഘ ചതുരാകൃതിയിലാണ്. നമുക്കിതിൻ്റെ മേലെ നിന്ന് നോക്കുമ്പോൾ ഒരു കാണുന്നൊരു കാഴ്ചയാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് ഈ കോട്ടയുടെ മൊത്തത്തിലുള്ള ഷേപ്പ്, കോട്ട എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അവിടെ നിന്ന് നമ്മളിങ്ങനെ കയറി പോകുന്ന കഴിഞ്ഞാൽ പിന്നെ ഇവിടെയും തന്നെ ഒരു കവാടമാണ്. ഇത് സിമെൻ്റൊക്കെ ഉണ്ടല്ലേ. പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഡിസൈനും തന്നെ ഒരു പള്ളിയുടെ ഒക്കെ അല്ലേ, പള്ളീൻ്റെ ഡിസൈനാണ്. പള്ളീൻ്റെ ഡിസൈനാണ്. അവിടെ നിന്നിട്ട് കയറിയിട്ടുള്ള ലാൻഡാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കിടക്കുന്നത് അവിടെയാണ്. അവിടെ നിന്ന് അങ്ങനെ പോകുന്നതില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു ചതുരാകൃതിയാണ് ഈ ഒരു ഫോർട്ടിനുള്ളത്. ഇനി ഇതിലും തന്നെ ഒരു ഗേറ്റ് കാര്യമൊക്കെ ഉണ്ട്. കയറിപ്പോവും, അതിന് പ്രശ്നമൊന്നുമില്ല. ഈ പൂട്ടിലൊക്കെ എന്ന് ചാവിട്ടതാണെന്ന് യാതൊരു നിശ്ചയമല്ല. പൂട്ട് കയറി പോന്നു കഴിഞ്ഞാൽ 2 സൈഡിലായിട്ട് വിശ്രമ സ്ഥലങ്ങളായിട്ട് പോലെ ഉള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തൂണൊക്കെ ഒറ്റക്കല്ല് തീർത്ത തൂണുകളാണ്. ഇതൊക്കെയുണ്ട്. ഇതിന് മേലെ ഒരു കുളമുണ്ട് കേട്ടോ. ആ കുളമാണ് ഈ ഒരു കുളം എന്ന് പറയുന്നത്. ഇതിന് മേലെയുള്ള ആകെ വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. വെള്ളത്തിനുള്ള ആകെയുള്ള സ്ഥലമാണ്. ഇതൊക്കെ നല്ല ഡിസൈനിലൊക്കെ ചെയ്തിരുന്നു. പാറയാണ്. ഇവരിതൊരു കുളമാക്കി മാറ്റിയത്. അവിടേക്കൊന്നും വലിയൊരു കുണ്ടൊന്നുമില്ല. അത് ചുറ്റുഭാഗം ഇഷ്ടി കൊണ്ട് ഇങ്ങനെ പടുത്ത് ഉണ്ടാക്കിയതാണ്, അല്ലടാ? അതാണ് റൈക്കോട്ട പറയുന്ന വില്ലേജ്, ഗ്രാമം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കാഴ്ച നമുക്കിതിന് മേലെ കയറി കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കിട്ടുമെന്നൊക്കെ തോന്നുന്നു. ഗവൺമെൻറ്റിന് പോലും വേണ്ട ഈ ഒരു സ്ഥലം അല്ലേ. അവർ ഇവിടെ ഒരാളെ ജോലിക്ക് നിർത്താൻ പോലും അവർക്ക് ചിലപ്പോൾ ഇവിടെ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടാവില്ല. ഇതിൻ്റെ മേലെ കയറിയിട്ട് മക്കളെ എന്നാ ഒരു കാറ്റാ. ഇതാണ് നമ്മൾ വന്ന വില്ലേജ്. ഹൈവേ അതാ കിടക്കണം അവിടെ നമ്മൾ വന്ന വില്ലേജ്. ഇതിനെ മേലെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ. ചുറ്റുള്ള വ്യൂ അതിമനോഹരമാണ്.
നല്ല കാറ്റാണ്. സൂപ്പറാണ്. ഇവിടെ വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞ്. ആ അതെ, ഒരു മനുഷ്യ കുഞ്ഞില്ല. ഫോർട്ടിൻ്റെ നല്ലൊരു ഭംഗി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതൊരു പുതുമ ഉണ്ടല്ലോ. ഇതിപ്പോൾ നന്നാക്കിയതാണ്. ഇതെങ്കിലും ഇവിടെ നിലനിൽക്കട്ടെ എന്ന് എഴുതിയിട്ടാവാം അവർ ചെയ്തത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഗ്രാമം വളരെ വൃത്തിയായിട്ട് കാണാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഏരിയകൾക്കും ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ ദൂരത്തേക്ക് വരെ നമുക്ക് സുഖസുന്ദരമായിട്ട് കാണാൻ വേണ്ടി കഴിയും. അല്ലടാ? പിന്നെ ചുറ്റി പോകാൻ ഇവിടെ കുറേ അമ്പും വില്ലും വിട്ടുണ്ട് കുറേ ആളുകൾ. അതിന് വേണ്ടിയിട്ട് ടൂർ വരുന്ന ആളുകളുണ്ട്. അതിന് വേണ്ടിയിട്ട് ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വരുന്ന ആളുകളുണ്ട്. അതായത് ഓരോ കയ്യിൽ ഓരോ അമ്പുണ്ടാവും. അത് പോയിക്ക് വിടൽ നിർബന്ധ. എഴുതേക്കണം. ഇത് എന്താ തേച്ച് കോൺക്രീറ്റ് ഇട്ടെന്ന് അതിനായിട്ട് വന്ന് എഴുതിയതാണ് അവര്. മനസ്സിലായി. അപ്പൊ എന്തായാലും ഈ കാണുന്ന ചുറ്റളവിലുള്ള ഏതോ ഒരുത്തനോ എത്തിയോ ആരെങ്കിലും ഒക്കെ അവിടെയൊക്കെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം. വീണ് പോകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ അതിൽ നിന്ന് പോവുമായിരുന്നു. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇതൊരു ടാങ്കാണ്. ഇതിൽ വെള്ളമുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് ഭൂഗർഭ അറകൾ ഈ ഫോർട്ടിലുണ്ട്. പക്ഷേങ്കിൽ അവിടേക്ക് ആ ഒരു വഴിയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ മേൽഭാഗത്ത് ഒരുപാട് അറകളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കയറിയപ്പോൾ പറഞ്ഞിട്ടുള്ള പള്ളിയാണ്. അവിടേക്കാണ് പോകേണ്ടിരിക്കുന്നത്. അവിടെ നായ്ക്കളൊക്കെ ഉണ്ടോ കാവലിന്? കൊരക്കുണ്ടല്ലോ. നിസ്കാരം കാര്യമൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ബാങ്ക് വിളിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോളാമ്പി അല്ലേ, പണ്ട് സ്പീക്കർ കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്. പള്ളിയാണ്. പള്ളി ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് ഉഷാറാക്കിയിട്ടുണ്ട്. നിസ്കാരപ്പായൊക്കെ ഉണ്ട്. അപ്പോൾ നിസ്കാരമൊക്കെ ഉണ്ടാവലുണ്ട് ഇവിടെ അല്ലേ. 1 2 3 4 5 6 7 പായുണ്ട്. പിന്നെ അതിനകത്ത് ചൂരുണ്ട്. ഏത് പെട്ടിയിൽ? ഇത് ചിലപ്പോൾ ഖുറാനൊക്കെ ഉണ്ടാവാം. പിന്നെ അത് മാത്രമല്ല അത് നടുക്കായിട്ടൊരു വടി കാണുന്നുണ്ട്. അതെന്താ മനസ്സിലാവില്ല. എന്നാൽ പിന്നെ ഇനി ഞങ്ങൾ നേരെ വണ്ടിക്ക് പുറത്തേക്ക്. അല്ലെങ്കിൽ ഞങ്ങൾ ആന്ധ്രയിലേക്ക് കയറുവാണല്ലോ. കയറുമെന്ന് പറയുന്നല്ല, നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എന്തായാലും നാളെ കയറാൻ പറ്റില്ല, മറ്റന്നാൾ എന്തായാലും കയറും. കാരണം എങ്ങനെയൊക്കെ വരും, എന്തൊക്കെയാണ് നമുക്ക് അറിയില്ലല്ലോ. സംഭവിക്കാറ് നമുക്ക് എവിടേക്ക് ഇനി ഇവിടെ അടുത്ത ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണാണ്ടോന്നൊക്കെ നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ കുക്കിംഗ് ആണ്. കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നമ്മളുടെ വണ്ടീൻ്റെ കർട്ടൻ ഇങ്ങനെ വിരിച്ചിട്ടാണ് ഇപ്പോൾ കുക്ക് ചെയ്യാറ്. നിലത്തിട്ട് അങ്ങനെ തന്നെ കുക്ക് ചെയ്യാറില്ല. ഇന്നെന്താ കറി? ഉള്ളി തക്കാളി കഴിഞ്ഞു. പിന്നെ ഓംലേറ്റ്. അത് പറ്റും. ഉള്ളി തക്കാളി കഴിഞ്ഞ കൊണ്ടൊരു കറി. പിന്നെ അതൊക്കെ 2 ആംപ്ലേറ്റ് ഇപ്പം ഉണ്ടാക്കാം. 2 മുട്ട പുഴുങ്ങണം രാത്രിയേക്ക്. പുഴുങ്ങി വെക്കല്ലേ? അതും പറ്റും. 2 മുട്ട രാത്രിയേക്ക് പുഴുങ്ങി വെക്കാം. ഇപ്പം 2 ആംപ്ലേറ്റ് അടിക്കാം. എന്നാൽ ഞങ്ങൾ അതിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ നോക്കട്ടെ. ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു കിഴങ്ങ്, ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ചോറ് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചോറ് ഇപ്പോൾ വെച്ചോളൂ, തിളച്ചിട്ടൊന്നും ഉണ്ടാവില്ല. 2 ഗ്ലാസ് അല്ലേ ഇട്ട്? സാധാരണ ഇപ്പം ഇന്നലെ 2 ഗ്ലാസ് ഇട്ടപ്പോൾ ചോറ് പക്ക അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. പിന്നെ ചിലപ്പോൾ ബാക്കി ആവുന്നത് പോലെ ആവും. ബാക്കി ആക്കലില്ല. പിന്നെ അത് അങ്ങോട്ട് തിന്നലാണ്, വേണ്ടെങ്കിലും കഴിക്കലാണ്. പക്ഷെ ഇന്നലെ ആ ആവശ്യം വന്നില്ല. ഇന്നലെ വേറെ നിറച്ച് കഴിച്ചു. അത് ചോറ് അങ്ങോട്ടും ഇങ്ങോട്ട് പാകമായി. ഇന്നലെ നല്ല മീൻ കറിയൊക്കെ ആയിട്ടേ അടിപൊളിയായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് മീനും ചിക്കനുമാണ്. ഇപ്പം ഇന്ന് മുട്ടയാണ്. നോൺ വെജുമ്പോൾ തന്നെ ഞങ്ങളെ കളി കേട്ടോ, നോക്കിയിട്ട് കാര്യമില്ല. ഇതെന്താ? നാരങ്ങ വെള്ളം ഉപ്പിട്ടെ. നന്നായി അത്. കാരണം ഞങ്ങളുടെ ഇന്നെന്താ പറയുക, നല്ല ക്ഷീണം. ഇന്നലെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ ഉറങ്ങണത് 2 മണി ആയിക്കണം. അതുകൊണ്ട് ഇന്നലത്തെ ഒരു ദിവസം ഞാൻ ആ അനുഭവം ഇവനുണ്ടാക്കി കൊടുത്തു. കാരണം ഓൻ എന്നും ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കിടന്നുറങ്ങുമായിരിക്കും. പക്ഷെ ഇന്നലെ ഞാൻ ഉറങ്ങാൻ അയച്ചില്ല. ഇന്നലെ ഓന് ഉറങ്ങിയില്ല. അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് അല്ലേ. 2 മണിയായി. മൺപുറ്റാണല്ലോ. ഓ മൈ ഗോഡ് അല്ലേ. പുറ്റാണ് കഴിച്ചതിന് വല്ല പാമ്പും ഉണ്ടാകോ? അമ്മ ചവിട്ടണ്ട, ചവിട്ടല്ല. ഇത് നല്ല കൊടൂര് കുറച്ച് നിങ്ങൾക്ക് ചവിട്ടിയാണ്ട നല്ല ശാപം ഏറ്റുവാങ്ങണോ? പറയാൻ പറ്റില്ല. കറി ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്ക് ഇവിടെ കറി തിളയ്ക്കുമ്പോഴേക്ക് തിളച്ചോട്ടെ വെന്തോട്ടെ. ഇവിടെ നമുക്ക് കിടക്കാം. കുറച്ച് നേരം ഒന്ന് കിടക്കണം ഞങ്ങൾ. അപ്പോൾ ഇവിടെ ഈ വണ്ടിൻ്റെ ഇത്ര അടുത്ത് തന്നെ ആവണം. നല്ല തണലുള്ളൊരു ചീനിയാണ്, അടിപൊളിയാണ്.
അപ്പോൾ ഇവിടെ ഒന്നൊരു ക്ലീൻ ആക്കട്ടെ. ചെറുമട്ടത്തിൽ ഇവിടുത്തെ പുല്ലും കാര്യമൊക്കെ ഒന്ന് ഒഴിവാക്കി ഒരു വടി കൊണ്ട് തോണ്ടി ഇവിടുത്തെ വേസ്റ്റ് പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ഷീറ്റ് ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ബെഡ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വിരിക്കാം, നല്ല സുഖമായിട്ട് കിടക്കാം. ഭക്ഷണം കഴിച്ച് കഴിയണം. ആദ്യം ഇവിടെ നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് കിടക്കുക എന്നുള്ളത്. ബെഡ് ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് വണ്ടീൻ്റെ അടുത്ത് തന്നെ. നമ്മുടെ അടുപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. വണ്ടി ഇത്ര അടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം ഇതിങ്ങനെ കാണുമ്പോൾ അല്ലേ ഒരാൾക്ക് കിടക്കാനുള്ളതേ ഉള്ളൂ. ഒരാൾക്ക് കിടക്കുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് എന്നാ പിന്നെ കുറച്ച് നേരം ഉറങ്ങട്ടെ, ഉറങ്ങിയിട്ട് കാണാം. നമ്മുടെ വണ്ടിൻ്റെ പൊല്യൂഷൻ തീർന്നിട്ടുണ്ട്. അത് ഞാൻ അപ്പോഴെ ചെക്ക് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കണേ. എൻ്റെ കുക്കതൊക്കെ ശ്രദ്ധിക്കണ്ടേ? എന്താ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ ഒരു പൊല്യൂഷൻ്റെ ആണ്ടാ ഇവിടെയാണ് പൊല്യൂഷൻ എടുക്കുന്നത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കറക്റ്റ് അറിയട്ടെ. ഞങ്ങൾ തിരുവണ്ണാമലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവണ്ണാമലയിൽ നമ്മൾ പ്രാവശ്യം പോയത് എനിക്ക് ഓർമ്മ ഉണ്ടാവും. പർവ്വതമല അവിടെയാണ്. അവിടെ ഒരു അമ്പലത്തിൽ നമ്മൾ വലിയൊരു അമ്പലത്തിൽ കടന്നാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവും. ആ ചുറ്റും നടന്ന് നമ്മൾ യാത്രയൊക്കെ അവിടേക്കാണ് നമ്മൾ പോകണം. ഓർമ്മ ഉണ്ടെങ്കിൽ അവിടെയാണ് ഞങ്ങൾ അന്ന് കടന്നിരുന്നത്. അതുപോലെ ഒരു ദിവസം പർവ്വതമലയിലാണ് കടന്നിരുന്നത്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ഇന്ന് അവിടേക്ക് എത്തൂല, കാരണം ഇവിടുന്ന് ഇനി ഒരു 10-90 കിലോമീറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ 90 അല്ല, ഒരു 80 കിലോമീറ്ററുണ്ട്. 80 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു 4:30 മണി സമയമായി. എത്താൻ സാധ്യത കുറവാണ്. ഈ പൊല്യൂഷൻ എടുത്താൽ ഇന്ന് നല്ല രീതിയിൽ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഞങ്ങൾ പോരാനൊക്കെ ചെക്കിങ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ കൈ കാട്ടുന്നത്, പക്ഷേ കൈ കാട്ടിയില്ല. കൈ കാട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ കൈ കാട്ടിയിട്ട് ഞാൻ ഗൂഗിൾ മാപ്പ് കാണിച്ചെടുക്കും. സാർ ഞാനിങ്ങനെ പൊല്യൂഷൻ സെൻറ്ററിൻ്റെ ഗൂഗിൾ മാപ്പ് ഇട്ട് വെച്ചേക്കുമായിരുന്നു. ഇവിടെ അങ്ങനെ കിട്ടാല്ലേ. ഇവിടെ അങ്ങനെ ഇങ്ങനെയൊന്നും ആരും പൊല്യൂഷൻ എടുക്കല്ലോ ഒന്നുകൂടെ. നമ്മളെടുത്തില്ലെങ്കിൽ പക്ഷേ നമുക്ക് പണി. നമുക്ക് ഞാൻ അടുത്ത സ്റ്റേറ്റിലേക്ക് വരാം. ഇവിടെ പറയുമ്പോൾ കുറച്ച് ഭാഷയോടെങ്കിലും പിടിച്ചേക്കാൻ വെക്കും. അവിടെ തീരെ കയ്യില് അതുകൊണ്ട് ഇപ്പം തന്നെ എടുത്ത് പോയാൽ സുഖമാണ്. പിന്നെ നമ്മളുടെ വണ്ടിൻ്റെ മോട്ടറിൻ്റെ കേസ് ഞാൻ നോക്കിയില്ല കേട്ടോ. അത് ആദ്യം തന്നെ ഞാൻ കുറേ ചോദിച്ചു. അതും തന്നെ ഇവിടെ വർക്ക്ഷോപ്പ് ഇലക്ട്രീഷ്യൻ ഇല്ല. ഇനി ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടെ ഒക്കെ ഉണ്ടാവും. 12 കിലോമീറ്റർ എയർ ഓടിയിട്ടാണ് നമുക്ക് ഈ ഒരു പൊല്യൂഷൻ സെൻറ്റർ കിട്ടിയത്. നമ്മൾ പൊല്യൂഷൻ എടുത്തത്. നമ്മുടെ വണ്ടി പറ്റ അലമ്പായി. നമ്മുടെ ഗ്ലാസ് മൂടി ഇതിലൊക്കെ ഫുള്ള് ചട്ലി, അതായത് പൊടി അടിച്ച് കയറിയിട്ട് മഴ ഇങ്ങനെ ഇടയ്ക്ക് പെയ്യുന്നതുകൊണ്ട് ആ പൊടി പോവില്ല. ഉണ്ടോ, മഴ പെയ്തിട്ട് ആ തുള്ളി അവിടെ ചാടിയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആകെ അലമ്പായിട്ട് നമ്മളിങ്ങനെ കുളിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ വണ്ടിയെ ഞങ്ങൾക്ക് ഇതുവരെ ഒന്ന് വെള്ളം കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. കാരണം അതിന് പറ്റിയ രീതിയിലുള്ള ഒരു സ്ഥലം കിട്ടിയില്ലേ. വണ്ടിയും കൂടിയും ഇറക്കാൻ പറ്റുന്ന, കഴിഞ്ഞ യാത്രയിലൊക്കെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്ന തരത്തിൽ 2-3 സ്ഥലം കിട്ടി. ഇത് ഒരു വട്ടമെങ്കിൽ ഒരു വട്ടം. ഇപ്പോൾ 10 ദിവസമായി. ഇന്ന് 10ാമത്തെ ദിവസമാണ് നമ്മൾ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇനിയുണ്ടല്ലോ ദിവസങ്ങൾ പറയാം. അപ്പോൾ 10 ദിവസം കൂടുമ്പോഴെങ്കിലും ഇവനൊന്ന് വെള്ളം കാണിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. സാധിക്കണ്ടേ. ഈ സ്ഥലം എന്ന് പറയുന്നത് കലാക്കുറിച്ചി അല്ലേ? കലാക്കുറിച്ചി അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഹൈവേ 77-ലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ പോകുന്നത് തിരുവണ്ണാമലയിലേക്കാണ്. തിരുവണ്ണാമലയിൽ പോകണം. അവിടുന്ന് പിന്നെ അങ്ങനെ ചിറ്റൂർ വഴി കയറി ആന്ധ്രയ്ക്ക് അങ്ങനെ കയറുന്നത്. ചിറ്റൂരിലേക്ക് കയറുന്നത് ഞങ്ങൾ. ചിറ്റൂർ ആന്ധ്രയാണ്. ടോൾ ബൂത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ ടോള് കൊടുക്കാതെ എങ്ങനെയാണ് നമ്മൾ പോവുക എന്നുള്ളത് കൂടി കാണിച്ചു തരാം. അപ്പോൾ ടോള് കൊടുക്കാതെ നമ്മൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ ഒരു വഴി കണ്ട, അതാണ് ഈ ഓട്ടോറിക്ഷയായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു സുഖം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ വണ്ടിക്ക് ടോളില്ല എന്നുള്ളത്. നമുക്ക് ധൈര്യമായിട്ട് ഈ രാജ്യത്തിൻ്റെ അതെ വണ്ടിക്ക് അളവാണ് ആ ഒരു വഴി എന്ന് പറയുന്നത്. ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഭാഗമാണ്. ഈ രാജ്യത്തെ ഏത് റോട്ടിലൂടെ, അതായത് എക്സ്പ്രസ് വേ അല്ല, അല്ലാത്തതിലൊക്കെ നമുക്ക് ടോള് ഉണ്ടെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ട. ഞങ്ങളേ ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ റോഡ് സൈഡിൽ കുറേ പരല് വെക്കണം. പരല് പോലത്തെ മീനാണ്. ആദ്യം ഞാൻ നിങ്ങൾക്ക് മീൻ കാണിക്കുന്നതിന് മുമ്പ് ഇവർ മീൻ പിടിക്കുന്നത് എവിടെ നിന്നാണെന്ന് കാണിച്ചു തരാം. അത് മിക്കവാറും ഇതൊന്നാവും അല്ലടാ. ഇതൊന്നു തന്നെ ആവും. ഉണ്ടോ? പക്ഷെ ഇതിൽ വെള്ളം കുറവാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഏരിയ ഉള്ളു വെള്ളം ഉള്ളത്. ഒരു ഏരിയ. പക്ഷെ ഇവിടെ ഇന്നലെ മഴ പെയ്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഈ മീൻ കാണാൻ ഇന്ന് പോയി നോക്കാം. അതിന്നാവാം ഇവരിത് പിടിച്ചത്. ഈ മീൻ ഇന്ന് കണ്ട് നോക്കാം. കെട്ട് വെച്ച് തേവൂലേ, തോട്ടിലൊക്കെ വെള്ളം വറ്റിച്ച് മീൻ പിടിക്കും ഞങ്ങൾ. കോട്ടിയടാ, ഫുള്ള് കോട്ടിയാണല്ലോ. ഒരു കരിമീനുണ്ട്, ബാക്കി ഫുള്ള് കോട്ടിയാണ്. പിന്നെ ഞങ്ങളുടെ കോട്ടി എന്ന് പറയാം ഈ മീനിന്. അണ്ണേ ഇതൊക്കെ പേരെന്നെ? കൽക്കി. ഇതിന്റെ പേര് കൽക്കി. ഇതിന്റെ മീനോടെ പേരത്?
മീനോടെ പേരുന്ന കേട്ടോ കൽക്കി അറിയണം. കെൽക്കിയാണ്. ഇത് ഫുള്ള് കോട്ടിയാണ്. കോട്ടി മാത്രം, ഒരു കരിമീൻ മാത്രമല്ല, ബാക്കി ഫുള്ള് കോട്ടിയാണ്. അദ്ദേഹത്തിനാണ് കിട്ടിയ മീനാണത്. ഇങ്ങനെ ഒരു ചാക്കിലാക്കി കൊണ്ടുവന്ന് ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചാൽ ഫ്രഷ് സാധനമാണ്. ആ എവിടെ റേറ്റ് വരുന്നത്? 250 1 കിലോ വെക്കാ. ആ 1 കിലോ 250 റുപ്യക്കാണ് ഈ സാധനം വരെ വെക്കുന്നത് കേട്ടോ. ഫുള്ള് കോട്ടിയാണ്. അത് കിളുമ്പി കഴിഞ്ഞാൽ കജ്ജൊക്കെ ആകെ പൊളി. അതിൻ്റെ മക്കളെ ഗ്രാമീണ വഴി, ഇതൊരു മെയിൻ റോഡാണ്, പക്ഷേങ്കിൽ 2 സൈഡിലും ഗ്രാമങ്ങളാണ്. അതുപോലെ തന്നെ ഈ പുള്ളിമരം ഉണ്ടല്ലോ, ഇതിലൂടെ പോകുമ്പോൾ ഒരു പുള്ളിമരം അങ്ങനെ പച്ചയായിട്ട് കിടക്കുക, റോഡ് കറുത്തിട്ട് അതിന് നടുകൂടെ ലൈന് കാര്യമൊക്കെ. എന്താ അതിൻ്റെ ഒരു രസം, വല്ലാത്തൊരു ഫീലാണ്. അതിൻ്റെ പൊരി ചങ്ങന്മാരെ, ഞങ്ങൾ തിരുവണ്ണാമലയ്ക്ക് പോവാണ്. ആ പോകുന്ന വഴിയാണത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6:05 അട്ടാ. ഞങ്ങൾ ചായ കുടിക്കണമെങ്കിൽ എഴുതിയാട്ടോ, ആകെയുള്ള ചായയാണ്. നേരത്തെ കുടിച്ച വെച്ചത്, നേരത്തെ കുടിച്ച വെച്ചല്ലേ. എന്താ കട്ടുക അട്ടാ പോളിയല്ലോ. നമുക്ക് വേറെ നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങി കുടിച്ചാ കളയണ്ട. അവര് മുറുക്കി കുടിച്ചിട്ട് ഒരു മുറിക്കാൻ കുടിച്ചോ. എപ്പി ചായ കുടിച്ചു. ഇനി വെറുതെ പൈസ നോക്കണോ? ബ്രെഡൊക്കെ എടുത്ത് വെച്ചിട്ട് ഏതായാലും ബ്രെഡ് വരെ എടുത്ത് വെച്ചാണ്. അപ്പൊ അതായി. ഇനിയിപ്പോ എന്താ വെച്ചാൽ ഇനി ഇവിടുന്ന് ഞാൻ പോയിട്ട് അവിടെ ഒരു ഗ്ലാസ് ചായ കുടിക്കാം. ബ്രെഡ് ഇളിഞ്ഞ് ഇന്ന് ലൈറ്റ് ഇട്ട് ഓടാണ്. ലൈറ്റ് ഇട്ട് ഓടേണ്ട അവസ്ഥയാണ്. നമ്മൾക്കൊരു 17 കിലോമീറ്റർ കൂടിയും പോകണം. 6:45 സമയമായി. തീർച്ചയായിട്ടും 17 കിലോമീറ്റർ നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ സേഫാണ്. ഇപ്പോൾ ഈ ഉൾഗ്രാമത്തിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ആളുകളുടെ ഒരു പെരുമാറ്റം എങ്ങനെയാണ് നമ്മൾക്ക് അറിയില്ല. ഇവിടെ എങ്ങനെയാണ്, ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല, ആളുകളായിട്ട് ഇടവൈകിട്ടില്ല. അപ്പോൾ ഇവിടെ പെട്രോൾ പമ്പ് കാര്യമൊന്നുമില്ല. നമ്മൾ നേരെ വിടുവാണ്. അതായത് 17 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾക്ക് 35 മൈൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ 17 കിലോമീറ്റർ എത്ര മിനിറ്റ് കൊണ്ട് എത്താം എന്നുള്ളത് ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെമാരെ നമ്മൾ എവിടെയോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മളിവിടെ വണ്ടി കണ്ടിട്ട് ഇവിടെ കുറച്ച് ചെക്കന്മാർ, ഇവിടുത്തെ ചെക്കന്മാർ നമ്മളെ തടഞ്ഞു വെച്ചേക്കുവാണ്. തടഞ്ഞു വെക്കാന്ന് പറഞ്ഞാൽ അവർ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ നിൽക്കണമെന്ന് പറയുന്നത് ഉണ്ടോ. എന്താ പാടാ ചെങ്ങന്മാരെ, ഇവര് നമുക്ക് ചായയൊക്കെ വാങ്ങി തരുന്നുണ്ട് കേട്ടോ. ബ്രോ ഉങ്ക പേരണേ? അരുൺ. ആ ഉങ്ക പേര്? ராஜ்குமார். ப்ரோ சச்சின். ஓஹோ, இது என்ன இடம்? திருவண்ணாமலைக்கா? ஓ, நாங்கள் அங்கே டெம்பிளுக்கு தான் போகிறேன். திருவண்ணாமலை டெம்பிள் இருக்குல்ல? நேரையா? 1.5 കിലോമീറ്റർ. ഓ, അപ്പോൾ 1.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം 7:10 7:10 ഇവിടെ എത്തിയപ്പോൾ താങ്ക് യു. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്ര സപ്പോർട്ട് നമുക്ക് തമിഴ്നാട്ടിൽ കയറിയിട്ട് ആദ്യമായിട്ടാണ്. നമുക്കുള്ള ചായ. ഓഹോ, കുടി ബ്രോ. ഓ താങ്ക് യു ബ്രോ, താങ്ക് യു. എല്ലാവരും നമ്മളിവിടെ വന്നത് തന്നെയാണ്. ഓ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് അതിന് സപ്പോർട്ടാണ്. നമ്മളെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ ധരിച്ചു പോയിരിക്കുകയാണ്. കേരളത്തിൽ നമ്മുടെ കൊച്ചിയിൽ EVM തിയേറ്റർ അല്ലായിരുന്നു. ഞങ്ങൾക്കറിയില്ല അത് EVM തിയേറ്റർ ഏതാണ്. EVM തിയേറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊക്കെ അവർ നമ്മുടെ നാട്ടിലേക്ക് വന്നതിൻ്റെ ഒരു നമ്മുടെ നാട്ടിൽ വന്നവർക്ക് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും വന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ നാട് എങ്ങനെയാണെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് അല്ലാത്തവർക്ക് നമ്മളെ കാണുമ്പോൾ പേടിയും അതുപോലെ നമ്മൾ കള്ളന്മാരാണെന്നൊക്കെ തോന്നുന്നത്. അല്ലാന്നാണെങ്കിൽ കുഴപ്പമില്ല. അല്ലേ ഇട്ട് തീർക്കണം. ഇവർ തിന്നാനൊക്കെ വാങ്ങിയിട്ടേ ഒരു സംഭവമാണ്. പക്ഷേങ്കിൽ വേറെ കാര്യമായിട്ട് ഞാൻ പറയാം, തമിഴ്നാട്ടിൽ വന്നിട്ട് ആദ്യം ഇത്ര വലിയ സപ്പോർട്ട് ഞാൻ കിട്ടുന്നത് മാത്രമല്ല, ഇവർ ഞങ്ങളോട് ഇവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത് അവരുടെ നാട്ടിലാണ് അല്ലേ? അങ്ങനെയല്ലേ പോലെ നവീൻ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അടിപൊളിയായിരിക്കും. ഞങ്ങൾ തന്നെ ഇവിടുത്തെ ഒരു ഗ്രാമത്തിൽ താമസിക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അത് ഇന്ന് നടക്കാൻ വേണ്ടി പോവാണ്. ആ അടിപൊളിയായിരിക്കും. നമ്മുടെ ചെക്കന്മാർ ഫുള്ള് ബാക്കിലിരിക്കുന്നു. बोला माँ बर्थडे भाई वाइट वाइट चार के
ഹാപ്പി ബർത്ത്ഡേ. സാപ്പിട്ടേ സാപ്പിടണോ എല്ലാം ഇപ്പൊ വീഡിയോ പറയണം. നമ്മളുടെ എന്താ പറയാ ഇവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നേക്കാണല്ലോ. ഇന്നത്തെ സ്റ്റേ എവിടെയാണല്ലോ. ഇതെന്നത് കോവില മാരിയമ്മൻ കോവില്. ഇവരിത് ഒരു ഈശ്വര എത്ര 2 4 ജയകുമാർ. ഇവരുടെ ബർത്ത്ഡേ മുപ്പയുടെ ബർത്ത്ഡേ ആണ്. എല്ലാവരും എല്ലാവരും വിഷ് ചെയ്യാട്ടോ. ഓക്കെ ഇവരുടെ ബർത്ത്ഡേ ആണ്. ഒരു നമ്മളെ കണ്ടു കഴിച്ചു. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നതിലപ്പുറത്താണ്. ഓ സെറ്റ്. ഉങ്ക പേരണോ? ഉങ്ക പേര് பார்த்தா கிங். ஓ கிங் ராஜா இருக்கு. ராஜா ഓക്കെ ഇവരെ കേക്ക് കൊണ്ടുവന്നിട്ട് ഇവരെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ. ഓക്കെ ഒരാളുടെ ബർത്ത്ഡേ ആണ്. ഇവരുടെ കൂട്ടത്തിൽ ഇവരെ ഒരു കമ്പനിക്കാരൻ്റെ ചെങ്ങായിൻ്റെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒത്തുചേർന്നതാണ്. ഇവരുടെ സൗഹൃദം നമ്മൾ നിസ്സാരാക്കി കാണരുത് ഗൈസ്. കാരണം ഒരു കേക്കും കൊണ്ടുവന്നവരെല്ലാവരും അതിൽ നമ്മളെയും കൂടി ക്ഷണിച്ചു. നമ്മളിന്ന് ഇവിടെ നിൽക്കുവാണ്. ഞങ്ങൾ അമ്പലത്തേക്ക് പോകേണ്ട ആൾക്കാർ. ഇവരുടെ സ്നേഹം എന്താണ്? മനസ്സിലായോ ഗൈസ്? ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവണ്ണാമലയിലാണ്. നിങ്ങൾക്കറിയാം തിരുവണ്ണാമല കച്ചറാപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫുള്ള് കച്ചറാകുമെന്ന് അറിയില്ല. ശരി എന്നാലും കച്ചറാപ്പട്ടി നമ്മുടെ എന്താ പറയുക, ഇത് വല്ലാത്തൊരു അനുഭവമാണ്. ഇവർ കണ്ടോ ഈ ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് ഫുൾ സെറ്റാണ്. ബർത്ത്ഡേ പോയി കേക്ക് കട്ട് ചെയ്യണം. കേക്ക് തട്ടാൻ പാടില്ല, കേക്ക് കട്ട് ചെയ്യണം. നമ്മുടെ ഫോൺ വാങ്ങുന്നുണ്ട്. ഇവരെല്ലാവരും നമ്മുടെ വീഡിയോ കാണണം. മജാ പണി நம்மளுது வேற லெவல். நம்மளுது யாரு வந்தாலும் தூக்குறதான் அவ்வளவுதான். ஆமாவா ஆமாவா உன்னை பேரா தூக்கிடுவேன் நானு மக்களை. ബിരിയാണി കൊടുക്കണ്ടാറോ ഒറ്റ തിരിയല് തിരിഞ്ഞാലേ. முடிஞ்சிருச்சா? ஓ oh my god, ayyo സൂപ്പർ 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 അടിപൊളി അടിപൊളി അടിപൊളി. അതൊന്നാ ഇതെന്താ മാറ്റം മക്കളെ. ആ സാധനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗൈസ് ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഇവിടെ 2 കല്ലിന്റെ ഗ്യാപ്പിൽ വെച്ചത് അവിടെ ஸ்டைட்ல நின்னுங்க அப்படியே எல்லாம் பாத்துலாம். ஸ்டைட்ல இல்ல இங்க லைட் இருக்கு, இங்க இருக்கா. ബർത്ത്ഡേ പോയി കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അടുത്ത കേക്ക് മുറി ചടങ്ങാണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. சூப்பர் கெத்தா இருக்கு. അടിപൊളിയല്ലേ? ഹാപ്പി ബർത്ത്ഡേ. நீங்க சாப்பிடுங்க. ப்ரோ நீங்க फ्रेंड्स ப்ரோ நாங்க फ्रेंड्स அப்படி ஓடிங்க. ஆ ப்ரோ நீங்க ஃபர்ஸ்ட் வாங்க. சரி போடு ப்ரோ டேய். அடி வீடியோ. ஏய் அன்பா கரெக்ட்டா தெரியுது கரெக்ட்டா தெரியுது. கோபுரம் போறா. லைட் கோபுரம். ஆ ப்ரோ ப்ரோ ப்ரோ. அவ்வளவுதான் அவ்வளவுதான். மக்களே இது மச்சான் மச்சான் போதும் போதும் இதுவரைக்கு டாக்டர் லைஃப். ஹாய் ப்ரோ. ஹாய் ப்ரோ. வாட்ஸ் யுவர் நேம்? ராஜேஷ். என்ன பண்ணிட்டு இருக்கீங்க நீங்க? நான் மெடிக்கல் வேலை செஞ்சுக்கிறேன். மெடிக்கல் வேலை செஞ்சுக்கிறேன். മെഡിക്കൽ വേല ചെയ്തീங்களா? ഓ ഇവരെ മെഡിക്കൽ വേല ഇവരെ ഇദ്ദേഹവും
ഇവന് അതുപോലെ ഇദ്ദേഹം ഉണ്ടല്ലോ ഇവരൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ കട്ട കമ്പനി. അറിയില്ല നമ്മുടെ നാട്ടില് കട്ട കമ്പനി அடிக்கிற முட்டை நாங்க தான் பெரிய ഞങ്ങള് വണ്ടി നിർത്തി അവിടെ വണ്ടി നിർത്തിയിട്ട് ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കാണ്. ഇദ്ദേഹത്തിന്റെ വീടാണത്. അപ്പൊ നമ്മള് ഇവരെ വീട്ടിൽ കയറുന്നുണ്ട്. ഇത് ഇദ്ദേഹത്തിന്റെ അച്ഛനാണ്. അപ്പ അല്ലേ അമ്മ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്താ പറയാ വളരെ സന്തോഷമാണ്. രാവിലെ കാണും. അതെ നമുക്ക് പേരണപ്പാ രാജാമണി. അമ്മയുടെ പേര് റാണി. റാണി. ഓ സൂപ്പർ. அம்மா இருட்டுல இருக்கிறாங்க. இல்ல பாக்குறேன். ராஜா ராணி. பெரிய பையன், நான் சின்ன பையன். அப்படியா? உங்க தம்பி அது? தம்பி. பார்த்தா இது பெடா. சரி காலையில் பார்க்கலாம் நமக்கு. நான் ஊட்டியில் ஒர்க் பண்ணுறேன். மேட்டுப்பாளையம் சொன்னேன், ஞாபகம் இருக்கு. നമ്പർ സേവാ ഇருக்கு. ഞങ്ങൾ ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിൽ വന്നിട്ട് കുട്ടി ഉറങ്ങുമായിരുന്നു. എന്താ വെച്ചാല് പാപ്പ പേരെന്നെ വികാസിനി. ആ എത്ര വയസ്സ്? 8 months. 8 months. My son now coming. 1 month. 1 month. ഒരു ഇയർ. 1 year. ഓക്കെ. ഓ അദ്ദേഹത്തിൻ്റെ വൈഫും മോളുമാണ്. ഇത് അമ്മ, അച്ഛന്, പിന്നെ ഇത് ബ്രദറ്, അനിയൻ. ഓക്കെ. എന്നാൽ പിന്നെ ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു ഗ്യാപ്പിൽ നീ നടക്കുന്നത് ഞങ്ങൾ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പിയാണ്. നാളെ ഈ ഒരു നാട്ടിൽ നമ്മൾ എന്താവും എന്നറിയില്ല. എന്തായാലും കാണാം. ബൈ.